ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയ കർത്താവിനെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പകുതി മനസ്സോടെ സംശയങ്ങളോടെയാണോ നമ്മൾ എപ്പോഴും നിലകൊള്ളാറ്? ഇത് ശരിയാകുമോ ഇല്ലയോ എന്നോർത്ത് ഭയന്ന് നമ്മുടെ സ്വപ്നങ്ങളുടെ തീരത്ത് വെറുതെ കാൽ മാത്രം നനച്ച് മടിച്ച് നിൽക്കുകയാണോ നമ്മൾ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, പകുതി മനസ്സുള്ള തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും മാറ്റാൻ കഴിയില്ലെന്നും പൂർണ്ണമായ ഒരു സമർപ്പണത്തിലൂടെ മാത്രമേ വലിയൊരു വിജയം നേടിയെടുക്കാൻ കഴിയൂ എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന അതീവ ജാഗ്രതയേറിയ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 16:16 വചനം ഇപ്രകാരം പറയുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സംശയങ്ങളുടെ തടവറ തകർത്ത് ജീവിതത്തിൽ എങ്ങനെ 100% ഉറച്ച തീരുമാനങ്ങളിലേക്ക് മുന്നേറാമെന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ജീവിത തത്വമാണിത്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. യേശു മരിച്ചതിന് ശേഷം ഭയത്തിലും അവിശ്വാസത്തിലും കഴിഞ്ഞുകൂടിയ ശിഷ്യന്മാരെ അവൻ ആദ്യം ശാസിച്ചു. അതിനുശേഷമാണ് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ ദൗത്യം, ദ ഗ്രേറ്റ് കമ്മീഷൻ, യേശു അവരെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവീൻ എന്ന്. വളരെ കഠിനമായ സാഹചര്യങ്ങളിലേക്കാണ് താൻ ശിഷ്യന്മാരെ അയക്കുന്നത് എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശ്വാസം കൊണ്ട് അവർക്ക് മുന്നേറാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കാനും കൃത്യമായ ഒരു അതിർവരമ്പ് നിശ്ചയിക്കാൻ വേണ്ടിയാണ് യേശു ഈ ശക്തമായ വാക്കുകൾ ഇവിടെ അരുളി ചെയ്യുന്നത്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ വചനം നമ്മെ കാണിച്ചു തരുന്ന ഒരു കാര്യം: നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുക. ദ ടോട്ടൽ ഇമേഴ്ഷൻ. യേശു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ. ഇവിടെ സ്നാനം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ബാപ്റ്റിസോ, അഥവാ പൂർണ്ണമായി മുങ്ങുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നതിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ കരിയറിലോ ബിസിനസ്സിലോ ആത്മീയ ജീവിതത്തിലോ വിജയിക്കണമെങ്കിൽ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിലേക്ക് പൂർണ്ണമായി ഇറങ്ങി തിരിക്കണം നമ്മൾ. വചനത്തിന്റെ അടുത്ത ഭാഗം വളരെ ഗൗരവമേറിയതാണ്. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ നമ്മുടെ ഉള്ളിലെ ദൈവികമായ കഴിവുകളെക്കുറിച്ചോ നമുക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ മറ്റാരും നമ്മെ പരാജയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലെ അവിശ്വാസം തന്നെ നമ്മെ പരാജയത്തിലേക്ക് തള്ളിവിടും. സംശയങ്ങൾ നമ്മുടെ ഭാവിയെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പകുതി വഴി നിൽക്കുന്നത് ഇന്ന് അവസാനിപ്പിക്കുക. ഈ വചനത്തിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, രക്ഷയുടെ ആരംഭം വിശ്വാസത്തിലാണ്. യേശു ആദ്യം പറഞ്ഞത് വിശ്വസിച്ച് എന്നാണ്. രക്ഷയുടെ അടിത്തറ മനുഷ്യന്റെ നല്ല പ്രവർത്തികളല്ല, സമ്പത്തല്ല, വിദ്യാഭ്യാസമല്ല, സ്ഥാനമല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വിശ്വാസം എന്നത് യേശു ദൈവപുത്രനാണെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്നും ഇനിയും രണ്ടാമത് നമ്മളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് വരുമെന്ന് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. 2, വിശ്വാസം വാക്കുകളിൽ മാത്രം പോരാ, ജീവിതത്തിലും പ്രകടമാകണം. യേശു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. സ്നാനം വിശ്വാസത്തിൻ്റെ പരസ്യമായ ഒരു സാക്ഷ്യമാണ്. അത് പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ക്രിസ്ത്യാനികൾ തമ്മിൽ ഈ വാചകത്തെ ചൊല്ലി തർക്കിക്കാറുണ്ട്. കാരണം ശിശു സ്നാനം തെറ്റാണ്, പ്രായമായതിനു ശേഷം വിശ്വസിച്ച് സ്നാനം ഏൽക്കണമെന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ചിലരുടെ വാദങ്ങളാണ്. യേശു ഇവിടെ പറഞ്ഞത് വിശ്വസിക്കുകയും വേണം, സ്നാനമേൽക്കുകയും വേണം എന്നാണ്. അല്ലാതെ ഇത് രണ്ടും ഒരുമിച്ച് വേണമെന്നല്ല. പക്ഷെ ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ സ്നാനമേൽക്കണം. ഞങ്ങൾ അന്ത്യോക്യ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് വളർത്തുന്നത്.
അല്ലാതെ എല്ലാം പ്രായമായിട്ട് തന്നെത്താൻ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറയാറില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ മക്കളെ കൊണ്ടു ചെല്ലും, പറഞ്ഞു കൊടുക്കും, കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്, എന്താണ് വിശ്വാസം, എന്താണ് ജീവിതം, ഇതെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് പ്രായമായി നല്ലതെന്ന് തോന്നിയാൽ അത് അവർ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാം. യഥാർത്ഥ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിൽ കാണപ്പെടണം. നമ്മുടെ ജീവിതം പറയണം, ഞാൻ യേശുവിൻ്റെ അനുയായിയാണ്. വിശ്വാസം ഹൃദയത്തിൽ തുടങ്ങുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം, അത് കാണിക്കണം. 3, ദൈവം എല്ലാവർക്കും രക്ഷയുടെ അവസരം നൽകുന്നു. ഈ വചനത്തിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. യേശു പറഞ്ഞില്ല ചിലർ മാത്രം രക്ഷിക്കപ്പെടും, പകരം അവൻ പറഞ്ഞു വിശ്വസിക്കുന്നവൻ എല്ലാവരും രക്ഷപ്പെടും. അർത്ഥം ഏത് രാജ്യക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് പശ്ചാത്തലത്തിൽ നിന്നായാലും യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ സൗജന്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് എല്ലാവർക്കും തുറന്ന് കാണിച്ചു വച്ചിരിക്കുന്നത്. 4, വിശ്വാസം ഒരു തീരുമാനം ആവശ്യപ്പെടുന്നു. ഈ വചനം നമ്മെ ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ നാം യേശുവിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണം. നിഷ്പക്ഷമായി നിൽക്കാൻ കഴിയില്ല. യേശുവിനെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യേണ്ടി വരും. എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. അതിനാൽ ഇന്ന് തന്നെയാണ് ദൈവത്തിനെ അന്വേഷിക്കാനുള്ള സമയം. ഇത് തന്നെയാണ് വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള സമയം. 5, രക്ഷ വെറും മരണാനന്തര ജീവിതത്തിനല്ല. പലരും രക്ഷയെ സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റായിട്ട് മാത്രമാണ് കാണുന്നത്. എന്നാൽ യേശുവിൻ്റെ രക്ഷ ഇന്നത്തെ ജീവിതത്തെയും മാറ്റുന്നു. രക്ഷ നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, നിരാശയിൽ നിന്ന് മോചിപ്പിക്കുന്നു, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. യേശുവിലുള്ള വിശ്വാസം പുതിയ പ്രത്യാശയും പുതിയ ജീവിതവും ദാനമായി നൽകുന്നു. അടുത്തത്, വിശ്വാസമുള്ളവർക്ക് നിത്യപ്രത്യാശയുണ്ട്. ലോകത്തിലെ എല്ലാം ഒരു ദിവസം അവസാനിക്കും. സമ്പത്ത് അവസാനിക്കും, ശക്തി അവസാനിക്കും, പ്രശസ്തി അവസാനിക്കും, ഓർമ്മ നശിക്കും. പക്ഷേ യേശുവിലുള്ള വിശ്വാസം ഒരിക്കലും നശിക്കാത്ത നിത്യജീവന്റെ ഒരു പ്രത്യാശ നൽകുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും പ്രത്യാശയുള്ള ആളുകളായിട്ട് മാറിയിരിക്കുന്നത്. കാരണം നമ്മുടെ ഭാവി യേശുക്രിസ്തുവിൻ്റെ കൈകളിലാണ്. അവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് പൂർണ്ണമായി മുന്നോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയെയും അവൻ കൈവിടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ സംശയങ്ങളുടെ തീരത്തു നിന്നും ധൈര്യമായ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക. ദൈവം ഇന്നും മനുഷ്യരെ വിളിക്കുന്നു. അവിടുത്തെ കൃപ എന്നും ലഭ്യമാണ്. അവൻ്റെ സ്നേഹം ഇന്നും തുറന്നിരിക്കുന്നു. അവൻ്റെ രക്ഷ ഇന്നും എല്ലാവർക്കും ലഭ്യമാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ യേശുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ പ്രകടമാണോ? രക്ഷയുടെ ഈ മഹത്തായ ദാനം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കാം. അവൻ്റെ വഴിയിൽ നമുക്ക് നടക്കാം. ഈ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയും സമാധാനവും നിത്യജീവന്റെ ഉറപ്പും തീർച്ചയായും നൽകും. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിനായി ഈ സമയത്തിനായി നിന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഗാപ്പേനും ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ നിമിഷം കർത്താവ് നിന്റെ കരങ്ങൾ നീട്ടി അവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവർ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്റെ ചെറുകന്മാരിൽ അവരെ മറക്കണമേ. അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീ മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ വചനം കേട്ടുവല്ലോ. നിന്റെ തൃപ്പാദത്തിലേക്ക് അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അടിയങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങളുടെ നായകനാണ്, നീ ഞങ്ങളുടെ ജീവിതമാണ്, നീ ഞങ്ങളുടെ രക്ഷയാണ്, നീ ഞങ്ങളുടെ ദൈവമാണ്, നീ ഞങ്ങളുടെ ഭാവിയാണ്. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി, ഇനിയും നീ വഴി നടത്തുമെന്നുള്ളതിനാൽ നിന്നോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കരുത്. കർത്താവേ, നീ കാണിച്ചു വരുന്ന വഴിയിലൂടെ നടപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, നിന്റെ പ്രവൃത്തി ചെയ്യുവാൻ, കർത്താവെ, ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തെ മാതൃകയാക്കി തീർക്കുവാൻ കർത്താവെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, നിന്റെ കൃപ ഞങ്ങളിൽ എന്നും വന്ന് കർത്താവ് ഞങ്ങൾ പോകുന്ന വഴികളെ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പഠിക്കുവാൻ തക്കവണ്ണം, കർത്താവ്, ഞങ്ങളുടെ വിശ്വാസം കണ്ട് മറ്റുള്ളവർ നിങ്കിലേക്ക് ചേരുവാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദാനമായി സ്വീകരിച്ച പല നന്മകളും ഞങ്ങളിൽ നിന്ന് അനാഥമായി പോയില്ല കർത്താവെ. പലപ്പോഴും ഈ ലോകത്തിന് ഇമ്പങ്ങളിൽ മുഴുകി അടിയങ്ങൾ ജീവിച്ചു കർത്താവെ. നിന്റെ കൃപ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ല കർത്താവെ. എങ്കിൽ ഈ സമയത്ത് പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് അടിയങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ വചനപ്രകാരം ഞങ്ങളെ വീണ്ടും ഏറ്റെടുത്ത് വഴി നടത്തണമേ. കർത്താവ്, നിന്റെ കൃപ ഞങ്ങളിൽ പൂർണ്ണമായ അഭിഷേകം ചെയ്യണമേ.
നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ നിന്റെ കൃപ മൂലം വഴി നടത്തണമേ. എത്ര വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും, കർത്താവേ നിന്റെ സ്നേഹം, നിന്റെ കരുണ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ഈ നിമിഷം നീ ചൊരിയണമേ. കർത്താവ് മറ്റു പലരോടും സംസാരിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് നിറയുന്ന കർത്താവ് മക്കളെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന മക്കളെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ബിസിനസ്സിൽ പല തകർച്ചയും വന്ന് കർത്താവെ മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതെ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുള്ള മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ പഠിക്കാത്ത മക്കളെ, കർത്താവെ പല പ്രശ്നങ്ങളാൽ പഠിക്കാൻ പറ്റാത്ത മക്കളെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ പലവിധമായ രോഗങ്ങളാൽ വേദനകൾ അനുഭവിക്കുന്ന, ഒന്ന് ചികിത്സിക്കാൻ പോലും വകയില്ലാതെ വേദന കൊണ്ട് പൊളയുന്ന മക്കളെ ഈ സമയത്ത് നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ കർത്താവെ ആ മക്കളെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ അഭിഷേകം ചെയ്യണമേ, നീ നിറയ്ക്കണമേ കർത്താവെ. എല്ലാ വഴികളും നിന്റെ കൃപ മൂലം അവർക്ക് കൊടുക്കണമേ കർത്താവെ. എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ, എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നീ വഴി നടത്തണമേ കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ നിമിഷം അവരെ നിറയ്ക്കണമേ. സന്തോഷത്തിനും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും നല്ല ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണമേ കർത്താവ്. നിന്റെ രക്തവളപ്പിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എവിടെ ആയിരുന്നാലും നിന്റെ ചൊറിയന്മറവിൽ മറച്ചൊള്ളണമേ. കുഞ്ഞുങ്ങളെ പ്രതി വിഷമിക്കുന്ന കർത്താവെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നിന്റെ കൃപ ഈ നിമിഷത്തിൽ കർത്താവെ നിന്റെ മക്കളിൽ ചൊരിയണമേ നാഥ. നീ ഇറങ്ങി വന്ന് എല്ലാവരെയും പരിപാലിക്കുന്നതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.